ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെല്ലാം? പിന്നെ ഞാൻ ഇന്ന് മീൻ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ചെമ്മീനും ചെറിയ മത്തി അയിലെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് ക്ലീൻ ചെയ്ത് വൈകുന്നേരം പോയതുകൊണ്ട് സത്യം പറഞ്ഞാൽ നല്ല മീനെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധാരണ വാങ്ങുന്നതിൽ നിന്നൊരു മാറ്റം വരാമെന്ന് വിചാരിച്ച് പോയതാണ്. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ചെമ്മീൻ എന്നാൽ കറി വെക്കാമെന്ന് വിചാരിച്ചു. രാത്രി ഉപ്പുമാവ് ഉണ്ടാക്കുന്നു. ഉപ്പുമാവിന് അങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കുക, ചെമ്മീൻ കറി വെക്കണമെന്ന് ആലോചിച്ചപ്പോൾ വിചാരിച്ചു ചെമ്മീൻ മസാലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സവാളയും പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ആദ്യം വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റിയെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പം ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. അതെന്ന് വെച്ചാൽ ഒരു സവാള, 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം ഫസ്റ്റ് വഴറ്റിയത്. അത് കഴിഞ്ഞിട്ടാകുമ്പം ഒരു തക്കാളി എടുത്തു. അപ്പോൾ സവാള കുറച്ച് നന്നായി വഴന്ന് വന്നതിന് ശേഷം തക്കാളി ഇട്ടു. തക്കാളിയും കൂടെ മിക്സ് ചെയ്ത് നന്നായി വഴറ്റിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചു. അപ്പോൾ മൂടി വെച്ച് വേവിച്ചെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല കൂടെ നന്നായി വെന്തുടഞ്ഞ് വരും. അപ്പോൾ ഞാനെപ്പോഴും തക്കാളി ഉള്ളിൽ വെക്കുമ്പോൾ അത് മൂടി വെച്ച് വേവിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ 1 കിലോ ചെമ്മീനാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ 1 കിലോ ചെമ്മീനും പിന്നെ കഴുകി വൃത്തിയാക്കി അവർ ക്ലീൻ ചെയ്തിട്ട് തന്നെ തരുന്നത് കൊണ്ട് പിന്നെ ബാക്കി അതിൻ്റെ ബാക്കിലത്തെ ആ കറുത്ത കളറെല്ലാം എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കേണ്ട പണിയേ നമുക്ക് വരുന്നില്ലൂ. അപ്പം അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്ത് ലേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, അതാണ് മസാലയ്ക്ക് വേണ്ടി ചേർത്തത്. പിന്നെ ഇതിനകത്ത് പുളിയൊന്നും ഇടില്ല. മസാലപ്പൊടി ചിക്കൻ മസാലയിൽ ഇടുന്നതുകൊണ്ട് ഞാൻ പിന്നെ പുളി ഇടില്ല. ചില ആൾക്കാർ പുളി ഇട്ടിട്ട് വെക്കുമ്പം അതിനകത്ത് ഞാൻ പിന്നെ തേങ്ങ അരക്കും. ഇതിന് ഞാൻ തേങ്ങ അരക്കുന്നില്ല. അപ്പോൾ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കണം. എല്ലാം നന്നായി വഴറ്റിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. പിന്നെ നന്നായി തിളപ്പിച്ച് എടുത്തതിന് ശേഷം കഴുകി ക്ലീനാക്കി വെച്ച് നമ്മളെ ചെമ്മീൻ എടുത്തിട്ട് അതിനകത്ത് ഇടുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ഉപ്പും എല്ലാം ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. പിന്നെ കടുകും കറിവേപ്പിലയും ഉള്ളിയും കൂടെ, ചെറിയ ഉള്ളിയെ ശരിക്കും പറഞ്ഞത് നമ്മൾ താളിച്ചൊഴിക്കേണ്ടത്, പക്ഷെ ഞാൻ സവാളയാണ് താളിച്ചൊഴിച്ചത്. അപ്പോൾ എല്ലാവരും എന്താ കറി വെച്ചത്? എൻ്റെ കറികൾ ഇങ്ങനെ വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. കാരണം ഇത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയണം. എല്ലാവരും ശുഭരാത്രി, സുഖനിദ്ര.